ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ കിച്ചണിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ ഉപകാരപ്രദമായ രീതിയിൽ മാക്സിമം നമുക്ക് സ്ഥലങ്ങൾ മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്താൽ നല്ല നീറ്റായിട്ട് ഉപകാരപ്പെടുന്ന രീതിയിൽ ഹോബ് അതുപോലെ തന്നെ ചിമ്മിണി വെക്കുന്ന രീതിയിൽ നമ്മുടെ പ്ലഗുകളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ അതുപോലെ തന്നെ നമ്മുടെ സിങ്കിൻ്റെ ഏരിയ ഇതെല്ലാം നമുക്ക് ചെറിയൊരു കിച്ചണിലാണെങ്കിൽ കൂടി നല്ല രീതിയിൽ കബോർഡ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് എങ്ങനെ നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഒരു കിച്ചണാക്കി മാറ്റാമെന്നുള്ള വീഡിയോ ആണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക, അതായത് കൂടുതൽ ആളുകളിലേക്ക് മാക്സിമം ഷെയർ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം ഫ്രണ്ട്സ്. ആദ്യമേ തന്നെ നമ്മൾ നോക്കുന്ന പോലെ തന്നെ അത്യാവശ്യം വലിപ്പം വരുന്ന എന്നാൽ ഒരുപാട് വലിപ്പമില്ലാത്തൊരു കിച്ചണാണ്. ഈ കിച്ചണിൻ്റെ കബോർഡ് വർക്ക്, അതുപോലെ തന്നെ ഗ്രാനൈറ്റിൻ്റെ വർക്ക്, ടൈലിൻ്റെ വർക്ക്, അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ, അതുപോലെ തന്നെ നമ്മുടെ കബോർഡിൻ്റെ വർക്കുകൾ. ഇത് വളരെ കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് നമ്മൾ ഈ കാണുന്നുണ്ടോ, ഈ കാണുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ. അത്യാവശ്യം ചെറിയ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഡൈനിങ് ടേബിളിലേക്ക് പോവാതെ കിച്ചണിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ് ഈ കാണുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അതായത് ആദ്യമേ തന്നെ നമ്മുടെ കിച്ചണിലേക്ക് വരുന്ന എൻട്രൻസിൻ്റെ സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ, അതിനുശേഷം നമ്മുടെ ഡോറ് കഴിഞ്ഞതിന് ശേഷം ഈ ഏരിയയിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ചെറിയൊരു ഓവൽ ഷേപ്പിൽ വരുന്ന രീതിയിൽ, അതിന് സ്ക്വയർ ആൻഡ് ഓവൽ ഷേപ്പ് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ചെറിയ ഒരു ടേബിൾ, അത്യാവശ്യം ഒരാൾക്ക് അല്ലെങ്കിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ് ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് ഗ്രാനൈറ്റിൻ്റെ മുകളിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഗ്രാനൈറ്റിൻ്റെ പീസാണ് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം അവിടെ ജസ്റ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് ചെറിയ രീതിയിൽ ഒരു ക്രോക്കറി വരുന്ന രീതിയിൽ ചെറിയൊരു ഷെൽഫ് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്ന നമ്മുടെ മെയിൻ കിച്ചൺ ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. ഹോബ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട പ്ലഗുകളും കാര്യങ്ങളും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ താഴെ നല്ല നീറ്റായിട്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് വരുന്ന രീതിയിൽ നമ്മൾ കിച്ചണിൻ്റെ കബോർഡ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാം. ആദ്യമേ തന്നെ സ്ലാബിൻ്റെ ഹൈറ്റ് നോക്കുക. സ്ലാബ് നമ്മൾ കൊടുത്തിരിക്കുന്നത് 85 സെൻറ്റിമീറ്ററിലാണ് സ്ലാബിൻ്റെ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. 85 സെൻറ്റിമീറ്റർ നമുക്ക് വേണം. പിന്നെ നമ്മൾ സിങ്ക് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പം വരുന്ന ഒരു സിങ്കാണ് കൊടുത്തിരിക്കുന്നത്. 24 ഇഞ്ച് വരുന്നതും 24, 18, 10 വരാവുന്ന രീതിയിലുള്ള നമുക്ക് സിങ്കാണ് കൊടുത്തിരിക്കുന്നത്. 2 ടാപ്പിനുള്ള ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് അടുത്തായിട്ട് നമ്മളൊരു പ്ലഗും സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അതായത് 2 പ്ലഗും 2 സ്വിച്ചും വരാവുന്ന രീതിയിൽ. പിന്നെ തൊട്ടിപ്പുറത്ത് നമ്മുടെ സിങ്കിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ മോട്ടറിൻ്റെ സ്വിച്ച് നമ്മൾ ഈ ഏരിയയിലാണ് കൊടുത്തിരിക്കുന്നത്. മോട്ടറിൻ്റെ സ്വിച്ച്, പിന്നെ ഒരു സ്വിച്ച് പ്ലഗ് കൂടി കൊടുത്തിട്ടുണ്ട്. മോട്ടറിൻ്റെ സ്വിച്ച് നമുക്ക് തൊട്ടടുത്ത് സിങ്കിൻ്റെ അടുത്ത് തന്നെ മോട്ടറിൽ ഡയറക്റ്റ് വാട്ടർ കിട്ടുന്നതിന് വേണ്ടി, കിണറിലെ വെള്ളം കിട്ടുന്നതിന് വേണ്ടി, മോട്ടർ അടിക്കുമ്പോൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ചെയ്തിരിക്കുന്നതുകൊണ്ട്, സിങ്കിൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് അവിടെ തന്നെയാണ് മോട്ടറിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെയാണ് നമ്മുടെ ഹോബിൻ്റെ ഓപ്ഷൻ കൊടുത്തത്. ഹോബ് എന്ന് ഉദ്ദേശിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത് ചിമ്മിണിയാണ് വരുന്നത്. ചിമ്മിണി നമ്മൾ റെഡിമെയ്ഡ് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിന് സെറ്റ് ചെയ്ത് അതിന് താഴെയായിട്ട് നമ്മൾ ഹോബിന്, അതായത് നമ്മുടെ ഗ്യാസ് അടുപ്പ് വെക്കാൻ വേണ്ടിയിട്ട് താഴെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം വന്നിരിക്കുന്നത് ടച്ച് സ്ക്രീനാണ് കംപ്ലീറ്റ് ഹോബിൻ്റെ വന്നിരിക്കുന്നത്. താഴെ നമ്മൾ നേരെ താഴെയായിട്ട് നമ്മൾ നമ്മുടെ ഗ്യാസ് അടുപ്പിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഗ്യാസിന് വേണ്ടിയിട്ട് നമ്മളൊരു സെപ്പറേറ്റ് പൈപ്പ് കൊണ്ടോ അതിൻ്റെ വാൽവ് വെച്ചതിന് ശേഷം പുറത്താണ് നമ്മൾ കുറ്റി വെക്കുന്നത്. പുറത്തേക്ക് നമ്മൾ ഈ പറയുന്ന രീതിയിൽ കോപ്പറിൻ്റെ പൈപ്പ് കൊണ്ടുപോയിട്ട് പുറത്താണ് നമ്മൾ ഗ്യാസിൻ്റെ കുറ്റി പുറത്തേക്ക് വെച്ചതിന് ശേഷം അവിടെ നിന്ന് പൈപ്പ് ലൈൻ ചെയ്ത് ഇവിടേക്ക് വന്നിരിക്കുന്നു. ഇനി നമ്മൾ ഈ ഏരിയയിൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, നമുക്ക് ആ കോർണറിലായിട്ട് നമ്മൾ കിച്ചൻ്റെ അങ്ങേറ്റത്തായിട്ട് നമ്മളൊരു പ്ലഗും സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇൻഡക്ഷൻ കുക്കർ, മിക്സി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ മൊത്തം ചെയ്തിരിക്കുന്ന കബോർഡ് വർക്ക് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന രീതിയിലുള്ള കളർഫുള്ളാണ് ചെയ്തിരിക്കുന്നത്. മുകളിലായിട്ട് നമ്മൾ നല്ല രീതിയിൽ അതിൻ്റെ ഡ്രോ കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഡ്രോ കുറച്ചുകൂടി വ്യത്യാസമുണ്ട് കണ്ടോ. അതിൻ്റെ ലിവർ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ലിവറിന് പകരമായിട്ട് ട്രേ പോലെ വരുന്ന സിസ്റ്റമാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. ട്രേ പോലത്തെ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കണ്ടോ, നമുക്ക് ആ ട്രേയിൽ പിടിച്ച് വലിക്കാവുന്ന രീതിയിൽ സിമ്പിളായിട്ട് നമുക്ക് തുറന്നെടുക്കാവുന്ന രീതിയിലാണ് വരുന്നത്. പിന്നെ അതിൻ്റെ കളർ മാച്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നമ്മുടെ കബോർഡിൻ്റെ കളറും അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന നമ്മുടെ വാൾ ടൈലിൻ്റെ കളറുകൾ ഏകദേശം ഈക്വൽ ചെയ്ത് വരാവുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ സെലക്ഷൻ വന്നിരിക്കുന്നത്. ഒരു ലൈറ്റ് കളറുകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സാധാരണ നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കിച്ചണിൽ നമ്മൾ എപ്പോഴും മിക്ക കിച്ചണിലും നമ്മൾ കാണുന്നത് ഒരു ഡാർക്ക് കളറുകളാണ്. ഇപ്പോൾ താഴെ കണ്ടോ, ഈ പോലെ ഡാർക്ക് കളറുകളാണ് മുകളിൽ കൊടുക്കാറ്. അത് കിച്ചണിൻ്റെ ഒരു പോസിറ്റീവ് എനർജി നഷ്ടപ്പെടുത്തുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം.
ലൈറ്റ് കളറുകളാണ് കൊടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് എനർജി എപ്പോഴും നമ്മുടെ വീടിൻ്റെ അകത്തുള്ള പോലെ തന്നെ കിച്ചണിലും എഫക്റ്റ് ചെയ്യും. ഇത് നമ്മൾ ഡ്രോ കൊടുത്തിരിക്കുന്നു, ഡ്രോവിൻ്റെ ചാനൽ കാര്യങ്ങൾ ഈ ഡ്രോ കൊടുത്തിരിക്കുന്ന ചാനലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സൈഡിലേക്ക് തുറക്കാവുന്ന ഡ്രോ ഉണ്ട്, താഴേക്ക് വലിക്കാവുന്ന രീതിയിലുള്ള ഡ്രോ ഉണ്ട്, ഒരുപാട് കള്ളികളും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നല്ല രീതിയിൽ തന്നെ കിച്ചണിൻ്റെ സ്പേസ് നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്ന രീതിയിലാണ് അതിൻ്റെ ഡ്രോയും കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇത് സിങ്കിൻ്റെ താഴെ വന്നിരിക്കുന്നത് നമുക്ക് ആ പൈപ്പ് കണക്ട് ചെയ്യാനുണ്ട്. പൈപ്പ് അതിൻ്റെ താഴെയും നമ്മളൊരു കബോർഡ് സിസ്റ്റം ചെയ്തിട്ട് അതിൻ്റെ താഴെയിലും നമുക്ക് ഡ്രോ വെച്ച് നമുക്ക് അവിടെ ഒരു ഡ്രോ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ സ്പേസ് കളയാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് കബോർഡ് വർക്കും കാര്യങ്ങളും കൂടി ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ മെയിൻ കിച്ചണാണ് കൊടുക്കുന്നത്. മെയിൻ കിച്ചണോട് അറ്റാച്ച് ചെയ്ത് തന്നെ വർക്ക് ഏരിയയും കൂടി വരുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ കിച്ചണിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഹോബിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു. ഹോബിൻ്റേതായ പ്രത്യേകം ഹൈറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഹോബ് കാര്യങ്ങളൊക്കെ എത്ര ഹൈറ്റിലാണ് പിടിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഹോബിൻ്റെ പൊസിഷൻ, പിന്നെ അതുപോലെ തന്നെ ഹോബിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പൈപ്പ് എത്ര ഇഞ്ചിൻ്റെ അളവിൻ്റെ ഒക്കെയാണ് വരുന്നത് എന്നൊക്കെ നിങ്ങൾ ചോദിച്ചാൽ കമൻറ്റ് ചെയ്താൽ നമുക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ ഡീറ്റെയിൽ ആയി ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ കിച്ചണിൻ്റെ ഏരിയയിൽ നിന്നും തൊട്ടപ്പുറത്ത് നമ്മുടെ വർക്ക് ഏരിയയിലേക്ക് കൂടി നമ്മൾ തൊട്ടപ്പുറത്ത് ഒരു വർക്ക് ഏരിയ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. കിച്ചണിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ, അതായത് ഇതിനോട് ചേർന്നതിൻ്റെ വർക്ക് ഏരിയ, ചെറിയൊരു വർക്ക് ഏരിയ, അവിടെ വരുന്നത് നമുക്ക് പുക അടുപ്പാണ് വരുന്നത്. അതായത് നമ്മളിപ്പോൾ അറിയുന്ന പോലെ ആലുവ പുകയില്ലാത്ത അടുപ്പ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ സെയിം സിസ്റ്റമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് വിറക് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുകയില്ലാത്ത അടുപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും ഇതുപോലെ തന്നെ നമ്മുടെ 85-90 സെൻറ്റിമീറ്ററിലാണ് അതിൻ്റെ ടോപ്പ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് താഴ്ത്തി നമ്മുടെ അടുപ്പ് വരുമ്പോൾ ഈ പറയുന്ന 90 ലെവലിൽ നമുക്ക് ഫിനിഷിങ് കിട്ടണം. 3 അടുപ്പുകളാണ് വരുന്നത്. 1, 2, 3 അടുപ്പുകളാണ് വരുന്നത്. ഈ 3 അടുപ്പുകളും നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ തന്നെയാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അടുപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടെയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സെൻറ്ററിൽ വേണം ചെയ്യാനായിട്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ അത്യാവശ്യം വലിപ്പമുള്ള കലോ അല്ലെങ്കിൽ ഉരുളിയോ കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് സൈഡിൽ നമ്മുടെ ഭിത്തിയിൽ പോയി തട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു അടുപ്പിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് ഭിത്തിയോട് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ കലങ്ങളെ വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അതിനും വലിപ്പമുള്ള ഉരുളി അതുപോലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വെക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് ഒരു കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സെൻറ്ററിലേക്ക് അതായത് നമ്മൾ എവിടെയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള പാത്രം ഉപയോഗിച്ചാൽ തന്നെ തട്ടാത്ത രീതിയിൽ ഒരു സൈഡിലേക്ക് കൊടുക്കാതെ ഇത്തിരി കുറച്ച് മാറ്റി ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലും വർക്ക് ഏരിയ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യുന്ന രീതിയെ കുറിച്ച് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും അറിയാനോ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ മാക്സിമം ഇത് ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.